പാലായിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ MLA നടപ്പാക്കിയ ഏതെങ്കിലും വികസനം ചൂണ്ടിക്കാണിക്കാനാകുമോ എന്ന് ജോസ് കെ മാണി MP. ഭരണത്തിലിരിക്കുന്ന നേതാവ് തടസ്സപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. കളരിയാമക്കൽ പാലം, റിവർ വ്യൂ റോഡ്, ബൈപ്പാസ് റോഡ് ഒന്നും പൂർത്തിയാക്കാനായിട്ടില്ല. തന്റെ പിതാവ് കൊണ്ടുവന്ന 90% പൂർത്തിയായ പദ്ധതികളെ താൻ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം ബാലിശമാണെന്നും MP പറഞ്ഞു. പക്ഷെ കഴിഞ്ഞൊരു 5 വർഷക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ പ്രാദേശികമായ ഒരു പദ്ധതിയെങ്കിലും എടുത്തു പറയാൻ ജനപ്രതിനിധിക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഇവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന നേതാവ് അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറയും. ഈ പാരലൽ റോഡ് അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പാസ് റോഡ്, ആ റോഡിൻ്റെ അവസാനം അതൊരു വൈഡനിങ് ഉണ്ട്, അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. കോമളം ഹോട്ടൽ എന്ന് പറയുന്ന 2 സെന്റ് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കളരിയാമാക്കൽ പാലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ഇതൊക്കെ മാണിസാറുള്ളപ്പോൾ ബൃഹത്തായി എടുത്തൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ 90% തീർത്തു. 10% തീർക്കാത്തത് ജോസ് കെ മാണിയാന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ആരംഭിച്ച് 90% തീർത്ത ഒരു കാര്യം ഞാൻ ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുമോ? ഇത് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയട്ടെ. എത്ര ജില്ലാ അവലോകന യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് MLA വ്യക്തമാക്കണം. ഒരു പ്രാവശ്യമെങ്കിലും പങ്കെടുത്ത പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നും MP ചോദിച്ചു. ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് പകരം ബാക്കിയുള്ളവരെ പഴിചാരി നുണപ്രചരണം നടത്തുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, ജില്ലാ അവലോകന യോഗം കളക്ടർ കുടുംബം ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടോ? അവിടെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായ MLA ആയിട്ട് എനിക്ക് വലിയ നല്ല അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നിങ്ങൾ കാണുന്നല്ല, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുകയും ഇരിക്കുകയും ഒക്കെ. ഒരു പ്രാവശ്യം എന്നോടൊന്ന് പറയട്ടെ, ജോസ് കെ മാണി ഇങ്ങനെ എന്നെ ജോമനെന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമുക്കൊന്ന് ഇടപെട്ടാലോ, നമുക്കൊന്ന് പോയാലോ? ഒരു MLA സംബന്ധിച്ചുള്ള MLAക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. MLAക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. ആ ലോക്കൽ സ്റ്റാൻഡിംഗ് അനുസരിച്ച് അവർക്കാണ് ഒരു ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ അത് ഒരു യോഗം കൂടേണ്ടതും അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തേണ്ടതും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ചെയ്യാതെ വന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം പഴിചാരിച്ച് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വരിക. ഒരു നുണപ്രചരണങ്ങൾ നടത്തുക. അവളുടെ ധനിയിൽ ജോസ് കെ മാണിയാണ് കുഴപ്പം മുഴുവൻ. എന്ത് കുഴപ്പം? മാധ്യമങ്ങളിൽ നിരന്തരമായ ഫോളോ അപ്പ് വേണം. ഇവിടുന്ന് മറ്റു ജില്ലയിലേക്ക് പോയി അവിടെ ടെൻഡർ വിളിച്ച് അത് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി എന്തെല്ലാം വേണം. അതിലേറിയ ഒരു കഠിനാധ്വാനം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അത് ചെയ്യാഞ്ഞിട്ട് എൻ്റെ മേലെ ഈ ആക്ഷേപവുമായി മുന്നോട്ട് വന്നിട്ട് എന്നാ കാര്യം? വളരെ വ്യക്തമല്ലേ? മിഷനറിയും 15 കോടിയും 20 കോടിയുടെ മിഷനറി കൊണ്ടുവന്ന ഇവിടെ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുമ്പോൾ പരിഭ്രാന്തി ഉണ്ടാക്കുക ജനങ്ങളുടെ ഇടയിൽ. ഇതിന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് മുഴുവൻ ക്യാൻസർ പിടിക്കുക എന്ന് പറയുക പബ്ലിക്കായിട്ട്. ഇത് ടീച്ചർ ഇവിടെ ഇരിക്കുന്നു ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്? എന്താ പറയുക? ആരെങ്കിലും ഒരാൾ അവിടെ പണിക്ക് വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാനാണോ? എന്തിനാ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ലേ? ജനറൽ ആശുപത്രി ഓങ്കോളജി വകുപ്പിനെതിരെ പരിഭ്രാന്തി പരത്തുകയാണ്. ആശുപത്രി റോഡിന് പിന്നാലെ പരിശ്രമിച്ച് പണം ലഭ്യമാക്കിയപ്പോൾ ഉദ്ഘാടനം നടത്തി അതിന്റെ അവകാശമാക്കിയാണ് MLA ചെയ്തത്. ഇലവിഴ, പൂഞ്ചിറ, ഇലിക്കക്കല്ല് പദ്ധതികൾ LDF സർക്കാരിന്റെ നേട്ടങ്ങളാണ്. രാഷ്ട്രീയമായി എതിർത്ത് പദ്ധതികളെ തകർക്കരുത്. ആ റോഡ്, മുകളിലേക്കുള്ള റോഡ് അറിയാം, കഞ്ചക്ഷനാണ്. പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്നാൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അവിടെ ആ റോഡ് 2 കോടി വീതി കൂട്ടാൻ പറ്റുന്നില്ല. 2 കോടി രൂപയ്ക്ക് ആ സ്ലാബ് എല്ലാം ശരിയാക്കി വൃത്തിയാക്കി കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞ പത്രത്തിൽ തന്നെ വന്നു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൊടുത്ത, കാരണം രോഗികളും പെട്ടെന്ന് എത്തണം, അതെല്ലാം കൊടുത്തു. അന്നേരം ഒന്നും മിണ്ടിയില്ല. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് റിബൺ കെട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടു. എടുത്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇലവീഴ, പൂഞ്ചിറ ആ തടാകം അത് പൂർത്തിയാക്കി അത് ഓപ്പൺ ചെയ്തത് ആരാണ്? നിങ്ങൾ പറ. അത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ KM മാണി സാർ ഇവിടുത്തെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തതാണ്. ഇപ്പൊ ഞാനത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. ഇല്ലിക്കൽ ആരാ ചെയ്തത്? പ്രാദേശികമായ വികസനം അവിടെ നടത്തിയത്. അങ്ങോട്ടുള്ള റോഡ് അത് AS-ഉം TS-ഉം കോൺട്രാക്ടർ എടുത്തു. പക്ഷെ അത് പിന്നെ കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി.
അത് ഇദ്ദേഹം MLA ആയപ്പോൾ ഇടതുപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ ചെയ്തു. ഇതാണ് ഞങ്ങൾ അതേ ചെയ്തു തന്നെ പറയും. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ തെറ്റിദ്ധാരണകൾ പടർത്തുകയാണ്. എന്നാൽ എന്താണ് താൻ ചെയ്തതെന്ന് വ്യക്തമാക്കട്ടെ എന്നും ജോസ് കെ മാണി MP പറഞ്ഞു.